ലൈഫിൽ സെൽഫ് ഡൗട്ട്സ്, ടെൻഷൻ, സ്ട്രെസ് ഈ ഒരു കാര്യങ്ങളെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അവിടെ നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരാളുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് ഈ ഒരു കാര്യങ്ങളെയൊക്കെ ഓവർകം ചെയ്യാൻ അയാളെ ക്യാപ്പബിൾ ആക്കുന്നത്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിലെ ഒന്നാമത്തെ പോയിൻ്റാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമ്മളെല്ലാവരും സെൽഫ് ടോക്ക് ചെയ്യാറുണ്ടായിരിക്കും അല്ലേ? ഇത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു, എന്തൊക്കെ വേർഡ്സ് ഉപയോഗിക്കുന്നു, ഇതൊക്കെ നമ്മളുടെ ക്യാരക്ടർ, ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് ഇതിനെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു വലിയ ചലഞ്ച് നിങ്ങളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ ടാസ്ക് നിങ്ങളിലേക്ക് വരുമ്പോൾ അതിനെയൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താ പതിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊന്നും ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പ്രഷനാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ക്രിയേറ്റ് ആവുക. ഇത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ വലിയ രീതിയിൽ തന്നെ കുറയ്ക്കും. നമ്മളുടെ ഒരു പുറത്തെ ലോകത്തുള്ള ആളുകൾ നമ്മളെ മാക്സിമം ഡൗൺ ആക്കാൻ നോക്കുന്നവരാണ്. അതായത് അവർ നമ്മളുടെ കുറവുകൾ മാത്രമായിരിക്കും ചൂണ്ടിക്കാണിക്കുക. വളരെ കുറച്ച് ആളുകൾ മാത്രമേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ട് ഉണ്ടായിരിക്കുകയുള്ളൂ. സോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മളുടെ ഇന്നർ വേൾഡിൽ നമ്മൾ സ്ട്രോങ് അല്ലെങ്കിൽ, അതായത് നമ്മൾ തന്നെ നമ്മളെ സ്വയം വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് ഉയർത്താൻ സാധിക്കുക, നമ്മുടെ ലൈഫിലുള്ള ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കുക? നിങ്ങളുടെ ലൈഫിലുള്ള സക്സസ് മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, നിങ്ങളെ എങ്ങനെ സ്വയം നോക്കിക്കാണുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ ലൈഫിൽ കുറച്ച് ബോൾഡായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ബോൾഡായിട്ടുള്ള മൈൻഡ് സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മളുടെ സെൽഫ് ടോക്കിലും നമ്മളുടെ ആറ്റിറ്റ്യൂഡിലും നമ്മളുടെ ബിഹേവിയറിലൊക്കെ ആ ഒരു ബോൾഡ്നെസ് നമ്മൾ കൊണ്ടുവന്നിരിക്കണം. ഇപ്പം ലൈഫിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് വിചാരിക്കുന്നതിന് പകരം എത്ര വലിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ഗട്ട്സ് എനിക്കുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ, അത്തരത്തിലുള്ള സെൽഫ് ടോക്കുകൾ നിങ്ങൾ നടത്തുകയാണെങ്കിൽ പിന്നീട് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളെ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ലൈഫിലേക്ക് ഇപ്പോൾ എത്ര വലിയ ചലഞ്ചസ് വരികയാണെങ്കിലും അതിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാതെ അതിനെ ഒന്ന് ഫേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് അതിലേക്കൊന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ ആ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ അവിടെ ഫെയിൽ ആയിട്ടുണ്ടെങ്കിലും ആ ഒരു ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്തതിന് നിങ്ങൾ തീർച്ചയായിട്ടും സ്വയം നിങ്ങളെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു വാല്യൂ കൊടുക്കുമ്പോൾ മാത്രമേ നിങ്ങളിപ്പോൾ ഏതൊരു കാര്യം ചെയ്യുവാണെങ്കിലും അവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഈ ഒരു കോൺഫിഡൻസ് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പോയിന്റ് നമ്പർ 2, റീകോൾ ഓൾ ഓഫ് യുവർ അച്ചീവ്മെൻറ്റ്സ്. റിലയൻസിൻ്റെ ഫൗണ്ടറായ ധിരുഭായ് അംബാനി ഒരിക്കലും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണോ അത്രത്തോളം തന്നെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാനും സാധിക്കും. നിങ്ങളെടുക്കുന്ന റിസ്ക് എത്രത്തോളം വലുതാണോ അത്രത്തോളം തന്നെ വലുതായിരിക്കും നിങ്ങളുടെ സക്സസ് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ അവിടെ സക്സസിനും ഫെയിലിയറിനും ഒരുപോലെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫെയിൽ ആവുമ്പോൾ എന്ത് ചെയ്യണം? ഫെയിൽ ആവുമ്പോൾ ധിരുഭായ് അംബാനി അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പഴയ അച്ചീവ്മെൻറ്റ്സിനെയൊക്കെ അദ്ദേഹം റീകോൾ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇതിനു മുന്നേയുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അച്ചീവ്മെൻറ്റ്സിനെയും അദ്ദേഹം ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ എപ്പോഴൊക്കെ ആളുകൾ അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്സിനെ ഒന്ന് റീകോൾ ചെയ്യുമായിരുന്നു. ഇതിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അദ്ദേഹം ഇതിനു മുന്നേയും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോഴും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമെന്ന്. ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിലുണ്ടായ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അച്ചീവ്മെൻറ്റ്സിനെയും ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുക. കാരണം ഭൂരിഭാഗം ആളുകളും നമ്മളെ പിറകിലോട്ട് പിടിച്ചു വലിക്കാൻ ശ്രമിക്കുന്നവരാണ്. വളരെ കുറച്ച് പേര് മാത്രമേ മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് നൽകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അച്ചീവ്മെൻറ്റ്സും നിങ്ങളുടെ ടാലൻസും ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിൽ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ, വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു അച്ചീവ്മെൻറ്റ്സ് നമ്മളൊന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഏതൊരു കാര്യവും നമ്മുടെ ലൈഫിൽ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ട്, ആ ഒരു ടാലൻ്റ് ഉണ്ട്. ഇതിന് മുന്നേയും നമ്മളത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്ന്. ഇത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ നല്ല രീതിയിൽ തന്നെ ബൂസ്റ്റ് ചെയ്യും. പോയിന്റ് നമ്പർ 3, ഫോക്കസ് ഓൺ പോസിറ്റീവ് ബിഹേവിയർ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആണെങ്കിലും മറ്റുള്ളവരുടെ ആണെങ്കിലും അവരുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള സൈഡിലേക്ക് മാത്രം നോക്കുക. ഇപ്പം നമ്മളുടെ ഡ്രോബാക്സിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ ഇതൊരിക്കലും നമ്മളുടെ സെൽഫ് കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കില്ല. അത് നമ്മളിൽ തന്നെ ഒരുപാട് സെൽഫ് ഡൗട്ട്സും നെഗറ്റീവ് തോട്ട്സും ആയിരിക്കും ഉണ്ടാക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് മാത്രം നോക്കുന്നതും അവരെക്കുറിച്ചിട്ട് കുറ്റം പറയുന്നതുമൊക്കെ നമ്മളുടെ മനസ്സിൽ ഒരു നെഗറ്റിവിറ്റി തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരാളെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോഴും അയാളോട് നല്ല രീതിയിൽ സംസാരിക്കുമ്പോഴും
അയാളുടെ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോഴുമൊക്കെ നമ്മളിലും അയാളിലും ക്രിയേറ്റ് ആവുന്നത് ഒരു പോസിറ്റിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആണെങ്കിലും മറ്റൊരാളുടെ ആണെങ്കിലും ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈഡിലേക്ക് മാത്രം നോക്കുക. പോയിന്റ് നമ്പർ 4, ടേക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക്. നമ്മൾ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈഡിലേക്ക് ഒന്ന് നോക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ആമസോണിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ജെഫ് ബെസോസ് സീഷോപ്പ് എന്ന ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് വെബ്സൈറ്റ് ആയിരുന്നു ആദ്യമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബിസിനസ് വളരെ വലിയൊരു പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ജെഫ് ബെസോസിനോട് പറഞ്ഞത് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ജെഫ് ബെസോസിന് ഈ ഒരു സി ഷോപ്പിൽ നിന്നായിരുന്നു ആമസോൺ എന്നുള്ള ഈ ഒരു ഐഡിയ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. അധികം വൈകാതെ തന്നെ അദ്ദേഹം ആമസോൺ എന്നുള്ള ഒരു വെബ്സൈറ്റ് തുടങ്ങുകയും ചെയ്തു. ഇതുപോലെ നമ്മുടെ ലൈഫിലും ഇപ്പോൾ ഏതൊരു കാര്യം സംഭവിക്കുകയാണെങ്കിലും അതിലൊരു പോസിറ്റീവായിട്ടുള്ള സൈഡും ഉണ്ടായിരിക്കും, നെഗറ്റീവായിട്ടുള്ള സൈഡും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക അതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള സൈഡിലേക്കായിരിക്കും. ഇത് നമ്മളിൽ ഒരു ഫെയിലിയർ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ നേരെ മറിച്ച് നമ്മൾ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈഡിലേക്കാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ഐഡിയാസ് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. പോയിന്റ് നമ്പർ 5, റീപ്പിറ്റേഷൻ. നമ്മളിപ്പോൾ ഏതൊരു കാര്യവും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് കുറച്ച് ടഫായിട്ടായിരിക്കും അനുഭവപ്പെടുക. പിന്നീട് നമ്മളതിങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്യും തോറും അത് നമുക്ക് ഒരുപാട് ഈസി ആയിട്ട് മാറും. സോ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം ഒരു കാര്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. എന്നാൽ പല ആളുകളും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർ വിചാരിച്ച ഒരു റിസൾട്ട് അവർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഒരു കാര്യത്തെ ഗീവ് അപ്പ് ചെയ്യും. ഇവിടെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും മറ്റാളുകളും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അവർക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അവരൊരിക്കലും അവർ വിചാരിച്ച ഒരു റിസൾട്ട് ലഭിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ ഗീവ് അപ്പ് ചെയ്യാൻ പോവില്ല. അവരൊന്നില്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി മാറ്റും, പക്ഷെ അവരുടെ ലക്ഷ്യത്തെ അവരൊരിക്കലും മാറ്റില്ല. ഇവർക്കും അതെ മറ്റുള്ളവരെ പോലെയുള്ള ആ ഒരു ടാലൻറ്റ് തന്നെ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷേ ഇവരുടെ പ്രാക്ടീസ് ഇവരെ അതിലൊരു എക്സ്പേർട്ടാക്കി മാറ്റും. സോ നിങ്ങളൊരു കാര്യം എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഉയർത്താൻ സാധിക്കും. സോ ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത് അത് നമുക്ക് ഒരിക്കലും ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഒരു ടാലൻ്റ് അല്ല, അത് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. അതെല്ലാവർക്കും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ് ഓഫ്. ഗുഡ് ബൈ.